ശ്രീകണ്ഠപുരം നടുവിൽ റോഡ് പണിയിൽ കൊട്ടൂർവയലിലെ ദുരിതം തീരുന്നതേയില്ല. കയറ്റം കുറക്കാൻ മണ്ണെടുത്ത് റോഡിപ്പോൾ എങ്ങുമെത്താത്ത അവസ്ഥയിലാണ്. ഡ്രൈനേജിന്റെ പണികളും മന്ദഗതിയിൽ. അതിനിടയിലാണ് സ്വകാര്യ വ്യക്തി കെട്ടിടം പൊളിച്ചു നീക്കാൻ അനുവദിക്കുന്നില്ല എന്ന ആക്ഷേപവുമായി നാട്ടുകാർ സംഘടിച്ചത്. അത് കഴിഞ്ഞിട്ട് അതിൽ പൊളിച്ചിട്ടുള്ള പരിപാടി മാത്രം ചെയ്താൽ മതി. ആ മാർക്ക് ചെയ്ത് കാണുന്നില്ലേ? അത് കാണുന്ന എല്ലാവരും കാണുന്നില്ലേ? വ്യക്തമായിട്ട് സത്യല്ലേ? ഈ കൊട്ടൂർവയൽ ജംഗ്ഷനിലുള്ള ഈ റോഡ് പണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 80% പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. നിലവിലെ ഈ നെല്ലംകുഴി ഫർണിച്ചറിന്റെ ഈ ഒരു അവസ്ഥ നിങ്ങളൊന്ന് കണ്ടുനോക്കുക. ഇവിടെ മാത്രമാണ് സ്ഥലം വിട്ടുകൊടുക്കാതെ. റെജി വിട്ടുകൊടുക്കാന്ന് പറയുന്നുണ്ട്. റെജി പറയുന്നു, എന്റെ സ്ഥലം നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ എടുത്തുകൊള്ളൂ എന്നാണ് പറയുന്നത്. കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഒരു കാരണവശാലും അവർക്ക് ഇത് കയ്യേറി പണിയാനുള്ള റൂൾസ് ഇല്ല. അവർ പറയുന്നത് നിങ്ങളുടെ ഗ്ലാസും കാര്യങ്ങളും നിങ്ങൾ പൊളിച്ചു തരുവാണെങ്കിൽ ഞങ്ങൾ അവിടെ ആ ഡ്രെയിനേജിന് ആവശ്യമായിട്ടുള്ള സ്ഥലം കയ്യേറി ഞങ്ങൾ അവിടെ ഡ്രെയിനേജ് പണിയാന്ന് പറയുന്നുണ്ട്. ഇതിപ്പോ ഈ ജനങ്ങളായ ഞങ്ങള് ബുദ്ധിമുട്ടുകയാണ്. ഈ റോഡിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടതല്ലേ. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഒരു റോഡിൽ കൂടെ ആർക്കും യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടുത്തെ പണി പൂർത്തീകരിക്കണമെങ്കിൽ ഈ ഡ്രെയിനേജിന്റെ പണി പൂർത്തീകരിക്കണം. ഇതിപ്പോൾ ഇതിന്റെ ഉടമസ്ഥന്റെ ഭാഗത്തു നിന്നും എപ്പോൾ ചോദിച്ചാലും പറഞ്ഞു ഞങ്ങൾക്ക് യാതൊരു വിഷയവുമില്ല, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പൊളിച്ചെടുത്തുകൊണ്ട് പോകുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക് എടുത്തു കൊണ്ടുപോകാനുള്ള ഒരു റൂൾസ് ഇല്ല. ഇതിനുള്ള ഒരു പരിഹാരം കാണുവാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ ഒരു 20-30ഓളം വരുന്ന ജനങ്ങൾ മുന്നിട്ടിറങ്ങിയിട്ട് ഒരു തീരുമാനത്തിലെത്തിക്കാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്, ഇവിടെ ആരെയാണ് ഞങ്ങൾ പഴിക്കേണ്ടത്, ഞങ്ങൾ ആരെയാണ് ബന്ധപ്പെടേണ്ടത്? ഇതിനൊരു തീരുമാനം എടുക്കുവാൻ വേണ്ടിയിട്ട് MLA അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് തീർപ്പാക്കിയിട്ട് പോയതാണ്. ഇതിനൊരു പരിഹാരം ഉടനെ ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ട് തീർപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായതാണ്. എന്നിട്ടും ഇതുവരെ എഴിഞ്ഞു പോക്കല്ലാതെ ഇതിനുള്ള ഒരു പരിഹാരം ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. ഇതിനു വേണ്ടിയിട്ട് ജനങ്ങൾ ഇന്ന് ഒന്നടങ്കം ഒന്നെങ്കിൽ ഇത് പൊളിക്കുക, ഇല്ലെങ്കിൽ അവരിത് പൊളിച്ചു തരിക എന്നുള്ള 2 നടപടികളല്ലാതെ ജനങ്ങൾ ഇന്ന് ഇവിടുന്ന് പോകുന്നില്ല എന്നുള്ള ഒരു തീരുമാനത്തിനാണുള്ളത്. എല്ലാവരും സഹകരിച്ചുകൊണ്ട്, അതായത് നടുവിൽ മുതൽ നമ്മുടെ CH നഗർ വരെയുള്ള എല്ലാ കൊക്കായി പാലത്തിൽ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ സ്ഥലത്തുള്ള റോഡിനാവശ്യമായിട്ടുള്ള സ്ഥലങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഒരിടത്തും ഒരു വിഷയം ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഈ ഒരു നെല്ലംകുഴി റെജിയുടെ ഈ ഒരു വിഷയം മാത്രമാണ് ജനങ്ങളുടെ മുന്നിലുള്ളത്. അപ്പൊ റെജി പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ റെജി പറയുന്നുണ്ട് ഇതിനകത്ത് യാതൊരു വിഷയവുമില്ല, നിങ്ങൾ സ്ഥലം എടുത്തോളൂ എന്ന് പറയുന്നുള്ളത്. ഈ എങ്ങനെയാണിത് ഞങ്ങൾ എടുക്കേണ്ടത്? ജനങ്ങൾക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഒന്നെങ്കിൽ ഇരിക്കൂർ കൺസ്ട്രക്ഷൻകാരുടെ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഈ സ്ഥലം പൊളിച്ചിട്ട് ആവശ്യമായിട്ടുള്ള ഡ്രെയിനേജിന് ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങൾ കയ്യേറി എടുക്കുക, ഇല്ലെങ്കിൽ ഇത് റെജി പൊളിപ്പിക്കുക. ഇല്ലെങ്കിൽ ജനങ്ങൾ ഇതിനകത്ത് പിന്മാറുന്ന പ്രശ്നമില്ല. 2 ദിവസത്തിനുള്ളിൽ ഇതിനകത്ത് ഒരു പരിഹാരം കണ്ടില്ല എങ്കിൽ ഞങ്ങൾ അടുത്ത നടപടിയിലേക്ക് പോകും. ആ നടപടി നിങ്ങൾക്ക്, അതായത് ഇതിന്റെ ഉടമയ്ക്കും ഈ കൺസ്ട്രക്ഷൻ കമ്പനിക്കും മോശമായി തന്നെ ഭവിക്കാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ജനങ്ങളെ നിയമം കയ്യിലെടുക്കേണ്ട ആവശ്യം വരുത്തരുത് എന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് കരാറുകാരുടെ അനാസ്ഥയായും ജനങ്ങൾ പറയുന്നു. ഡ്രൈനേജ് കടന്നുപോകുന്ന ഭാഗം പൂർത്തീകരിക്കണമെങ്കിൽ ഈ കെട്ടിടത്തിന്റെ മുൻഭാഗം പൊളിച്ചു നീക്കണം. ഇതിനായി നാട്ടുകാരും കരാറുകാരും മുമ്പേ പൊളിച്ചു നീക്കാൻ ധാരണയായിരുന്നു. എന്നാലും പ്രവൃത്തി യാഥാർത്ഥ്യമാക്കുന്നില്ല എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ആക്ഷേപമുണ്ടായിരുന്ന തൊട്ടടുത്തെ വീടിന്റെ മതിലുകളും സമാനമായി പൊളിച്ചു നീക്കി തുടങ്ങി. കഴിഞ്ഞ മാസം MLA ഉൾപ്പെടെ സ്ഥലത്തെത്തി കൊട്ടൂർവയൽ റോഡിന്റെ പണി 1 മാസ കാലാവധിയിൽ പൂർത്തീകരിക്കുമെന്ന് ഉറപ്പ് കരാറുകാർ നൽകിയിരുന്നു. മാസങ്ങൾ പിന്നിട്ടിട്ടും പണി പൂർത്തീകരിച്ചിട്ടില്ല. കാലവർഷം തുടങ്ങാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഈ മേഖലയിലെ ജനങ്ങൾ ആശങ്കയിലാണ്. 36 മറ്റം അക്വയറി ചെയ്ത സ്ഥലമാണ് ഡിപ്പാർട്ട്മെന്റ്. ഈ ഡിപ്പാർട്ട്മെന്റ് അക്വയറി ചെയ്ത സ്ഥലം ഈ ഇപ്പം നിലവിൽ ഈ റെജിന്റെ ബിൽഡിംഗ് നിൽക്കുന്നത് സർവേ നമ്പർ 53-ലാണ്. 53-ൽ 15-60 വീതിയുടെ വിസ്താരമുള്ളത്. അതായത് FMBയിലുള്ളതാണ്. അത് പ്രകാരം മാർക്ക് ചെയ്തിട്ട് ഈ സ്ഥലം ഡിപ്പാർട്ട്മെന്റ് കിട്ടേണ്ടതാണ്. ബാക്കിയുള്ള എന്റേതടക്കം എല്ലാവരുടെ സ്ഥലവും ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് മാത്രം തടസ്സം വരുമോ? ഇത് മൊത്തത്തിലിടെ ഈ ബിൽഡിംഗ് പൊളിക്കാതെടുത്തോളം റോഡിന്റെ വികസനം നടത്തില്ല. അത് മാത്രമല്ല, ഈ 13-ാം തീയതി കാലവർഷം വരികയാണെങ്കിൽ ഈ റോഡ് പിന്നെ ഒന്നിനും പറ്റാത്ത ഒരു അവസ്ഥ വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനുള്ള പരിഹാരം കാണണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. നെല്ലംകുഴി റെജിയുടെ ഉടമസ്ഥയിലുള്ള ഈ ഒരു സ്ഥാപനത്തിന്റെ ഫ്രണ്ട് ഭാഗത്തോടു കൂടി ഡ്രെയിനേജ് വർക്ക് ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ട് വന്നിരിക്കുകയാണ്.
അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ മഴക്കാലമായാല് ബൈക്ക് കാറ് വീഴുന്നതിന് ഒരു കണക്കില്ല. അത്രപാട് ബൈക്ക് കാർ ഇവിടുന്ന് വഴുതി വീഴുന്നുണ്ട്. ഈ റോഡ് പണി പെട്ടെന്ന് തീർക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി ഇവിടെ വരുന്ന സമയത്ത് ഈ CH നഗർ മുതൽ നടുവിലുള്ള ഈ റോഡില് ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ മാത്രമാണ്. എന്നാ ഈ വ്യക്തി പറയുന്നത് എന്താ വെച്ചാല് പിന്നെ എന്റെ സ്ഥലം എത്രയാണ് വേണ്ടത് എടുത്തോ, പക്ഷെ എന്റെ സ്ഥലം എത്ര വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കലല്ല. സർക്കാർ സ്ഥലം കയ്യേറി ഉപരെടുത്ത സ്ഥലമാണ്, സർക്കാരിന്റെ സ്ഥലമാണ്. പക്ഷെ ഇതിലുള്ള പിന്നെ റോഡ് പണിയേറ്റെടുത്ത ഇരിക്കൂർ കൺസ്ട്രക്ഷനെ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാല് ഈ ഏറ്റെടുക്കുന്ന ഭാഗത്ത് ഗ്ലാസും അതേപോലെ ഈ റോഡിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്ന ഈ ബിൽഡിങ്ങിന്റെ മുകൾ ഭാഗത്തേക്കുള്ള ഈ ഒരു നിർമ്മിതിയും താഴെ ഭാഗത്ത് എടുക്കും മുകളിൽ നിന്ന് എല്ലാം കൂടി താഴേക്ക് വീഴുമെന്നുള്ളൊരു പിന്നെ പ്രശ്നം ഈ റോഡ് പണിക്കാരെ സംബന്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബിൽഡിംഗ് എടുത്തു വെച്ചിരിക്കുന്ന ഈ നെല്ലൻകുടിയിൽ ഫർണിച്ചറിന്റെ ഉടമ തന്നെ ഇത് പൊളിച്ചതെന്നാണ് റോഡ് പണിക്കാരുടെ ഭാഗത്തുനിന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ പിന്നെ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റി 2024 2-ാം മാസം ഈ നെല്ലൻകുടി ഫർണിച്ചറിന്റെ ഫ്രണ്ട് ഭാഗം പിന്നെ ഈ ഷട്ടറിന്റെ മുഴുവൻ ഫ്രണ്ടിലുള്ള ഈ ഗ്ലാസ് ഇട്ട ഭാഗം നിർമ്മിതി പിന്നെ ഈ പുറമ്പോക്ക് സ്ഥലത്തിലുള്ളതാണെന്നും അത് പൊളിച്ചു നീക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നോട്ടീസ് കൊടുത്തതായിട്ട് ഒരു നോട്ടീസ് വായിക്കാനിടയായി. പക്ഷെ അത് സംബന്ധമായിട്ട് ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് യാതൊരു ഇതുവരെയായിട്ട് ഒരു നടപടിയും എടുത്തതായിട്ട് കാണുന്നില്ല. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ റോഡ് പണി ഇങ്ങനെ അഴിഞ്ഞു പോകുന്നതിൽ ഈ ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നത്തിൽ ഇങ്ങനെ അഴിഞ്ഞു പോകുന്നതിൽ നാട്ടുകാരുടെ വക ഇപ്പൊ ഇവിടെ ചേർന്ന പോലെ ഇനിയും അങ്ങോട്ടേക്ക് ചേരേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കരുത്, പെട്ടെന്ന് തന്നെ പണി തീർത്തു തരണമെന്നാണ് ഇപ്പം റോഡ് പണി സംബന്ധമായിട്ടുള്ള കൺസ്ട്രക്ഷൻ ഉടമയും ഇവരൊക്കെ അറിയിച്ചിട്ടുള്ളത്. യാത്രാ ദുരിതമാണെങ്കിൽ 3 മാസത്തിൽ അധികമായി കുണ്ടും കുഴിയും പൊടിയും തിന്ന് കടന്നു പോവുകയാണ് വാഹനങ്ങൾ. ഈ റോഡിലെ കുഴികൾ താൽക്കാലികമായെങ്കിലും അടയ്ക്കാൻ പോലും കരാറുകാർ തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപവും ഉണ്ട്. സ്വകാര്യ വ്യക്തി കെട്ടിടം നിൽക്കുന്ന ഭാഗം വിട്ടു നൽകുന്നില്ല എന്ന പരാതി മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര പോർട്ടൽ മുഖേനയും പരാതിയും നാട്ടുകാർ നൽകിയിരുന്നു. ഇതിൽ ശ്രീകണ്ഠപുരം നഗരസഭയ്ക്ക് റോഡിലേക്ക് കടന്നു നിൽക്കുന്ന ഭാഗം നീക്കം ചെയ്യാൻ നിർദ്ദേശവും ലഭിച്ചിരുന്നു. എന്നിട്ടും കാലതാമസം നേരിടുകയാണ്. എന്നാൽ റോഡിന്റെ വികസനത്തിന് ഒപ്പമാണെന്നും കെട്ടിടത്തിന്റെ ഏതു ഭാഗം വരെ വേണമെങ്കിലും റോഡ് നിർമ്മാണത്തിനു വേണ്ടി പൊളിച്ചു നീക്കാൻ താൻ തടസ്സമല്ലെന്നും സ്വകാര്യ കെട്ടിട ഉടമ പറഞ്ഞു. ശ്രീകണ്ഠപുരം നടുവിൽ റോഡ് വികസനവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യത്തിലും നമ്മൾ ആദ്യം മുതലേ സഹകരിച്ചു വരുന്ന കൂട്ടത്തിലാണ്. നമുക്ക് വികസനം വേണമെന്ന് ഏറ്റവും മുമ്പത്തിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരാൾ തന്നെയാണ്. കാരണം എനിക്കിപ്പം കൊട്ടുവലിനപ്പുറം എൻ്റെ വീടിന്റെ ഫ്രണ്ട് വശം ഏകദേശം ഒരു 35 മീറ്റർ നീളത്തിൽ ഏകദേശം അങ്ങേയറ്റം 1 മീറ്ററും ഇങ്ങേയറ്റം വന്നപ്പോൾ 50 സെന്റിമീറ്ററും വെച്ച് ഏകദേശം ഒരു 2-2.5 ലക്ഷം രൂപയുടെ മതിലടക്കം പൊളിച്ച് മാറ്റി ഈ സ്ഥലം അടക്കം ഫ്രീ ആക്കി കൊടുത്തു. ഏകദേശം ഒരു 2.5 സെന്റ് സ്ഥലത്തോളം വരും. അപ്പൊ അവിടുത്തെ വില ആളുകൾക്കറിയാലോ, ഏകദേശം 3.5-4 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വില വരുന്ന സ്ഥലമാണ്. അപ്പൊ അത്രയും സ്ഥലം പൊളിച്ച് മതിലടക്കം പൊളിച്ച് മാറ്റിയിട്ട് കൺസ്ട്രക്ഷൻ കമ്പനിക്കാരുടെ നിയമപ്രകാരം ഇവർക്ക് കൊടുത്തേക്കുന്ന പ്രകാരവും അങ്ങനെ ഏറ്റെടുക്കുന്ന സ്ഥലങ്ങളിലുള്ള മതില് പൂർവ്വസ്ഥിതിയിൽ, അതായത് നിലവിലുള്ള മതിൽ എങ്ങനെയാണോ അത് ഫോട്ടോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതേ കണ്ടീഷനിൽ മതിൽ കെട്ടിത്തരാമെന്നായിരുന്നു അവരുണ്ടായിരുന്നത്. പക്ഷെ എന്നാലും പണിയുടെ സുഗമമായ പോക്കിനും നമ്മൾ പരമാവധി കരാറുകാരോട് അടക്കം സഹകരിക്കുന്ന ഒരു രീതിയിലും മതില് പൊളിക്കുകയും ആ സ്ഥലം ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കുകയും എല്ലാം ചെയ്തു. മതിൽ ഞാൻ എൻ്റെ സ്വന്തം നിലയിൽ തന്നെ കെട്ടി ഭദ്രമാക്കി കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ അവിടെ വികസനത്തിന് വേണ്ടിയിട്ട് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത. ഇവിടെ ഇപ്പം നാട്ടുകാരിൽ ചില ആളുകൾ പറയുന്ന വിഷയം വെറുതെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. എൻ്റെ അടുത്ത് വന്ന് ഈ വിഷയം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലം കുറ്റി വെച്ചതൊന്നും നോക്കണ്ട, റോഡിന് എത്രയാണ് ആവശ്യം അത്രയും സ്ഥലം എടുക്കാന്ന് പറഞ്ഞു. ഏതായാലും കുറ്റി വെച്ചപ്പോഴാണെങ്കിൽ തന്നെ ഏകദേശം ഒരു 30 സെന്റിമീറ്റർ വീതിയിൽ ഒരു 1/2 മീറ്റർ നീളത്തിലാണ് അവിടെ സ്ഥലം എടുക്കേണ്ടതുള്ളൂ. അപ്പൊ അത് എടുക്കുന്നതിന്, അതല്ല ഇനി അതിൽ കൂടുതൽ എടുക്കുന്നതിനും എനിക്ക് തടസ്സമൊന്നുമില്ല. ഞാൻ അവിടെ ആർക്കും അതിര് കാണിച്ചു കൊടുക്കാൻ പോലും നിന്നിട്ടില്ല. ആവശ്യമുള്ള എടുത്തോളാനേ പറഞ്ഞുള്ളൂ. പക്ഷെ അതിപ്പം അതായത് നമ്മൾ വിട്ടുകൊടുക്കുമ്പം അതുപോലെ നമ്മൾ പൊളിച്ചെടുക്കും പറയുന്ന ഒരു രീതിയാണ് ചില ആളുകൾ സമീപനത്തിലുണ്ടായത്. എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. അതൊക്കെ ചിലപ്പോൾ ഓരോരോ ആളുകളുടെ വ്യക്തിപരമായ എന്തെങ്കിലും ഉള്ളിലെ താല്പര്യത്താന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും റോഡ് വികസനത്തിന് എന്റെ ഭാഗത്തുനിന്ന് 1 മണിക്കൂർ പോലും എന്നെ കൊണ്ട് അവിടെ തടസ്സം ഉണ്ടാകുകയില്ല എന്ന് ഞാൻ ആദ്യം മുതലേ ഈ റോഡ് കമ്മിറ്റി വിളിച്ച സമയത്ത് എന്നോട് സംസാരിച്ച സമയത്തും എല്ലാം ഞാൻ പറഞ്ഞാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, അവിടെ എത്രയാണോ സ്ഥലം വേണ്ട അത് എത്ര എടുത്തോട്ടെ, കുഴപ്പമില്ല. പിന്നെ ചില ആളുകൾ അതിനെ കയ്യേറ്റം എന്ന് പറയുന്നുണ്ട്. ഒരിക്കലും അത് കയ്യേറ്റമല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊന്നും നമ്മൾ സ്ഥലം എടുക്കുമ്പം നമുക്ക് പലർക്കും അറിയാം, ആദ്യകാലങ്ങളിലൊക്കെ സ്ഥലം എടുക്കുമ്പോൾ ഈ FMB വെച്ചിട്ട് റോഡിന്റെ അളവ് റോഡിലുകാർക്ക് പോലും കൃത്യമായി അതിനെ പറ്റി അറിയത്തില്ല. അപ്പൊ നമ്മൾ PWD ഉദ്യോഗസ്ഥന്മാരോടൊക്കെ പലരോടും ചോദിച്ചിട്ട് അവർ പറഞ്ഞ് അതിന് ഒക്കെ കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ ബിൽഡിംഗ് എടുത്തിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ FMB അളവും പ്രകാരം ഒന്നും അല്ല സ്ഥലം എടുത്തത്.
അപ്പൊ നമുക്ക് ഏകദേശം കിട്ടിയ അതിര് പ്രകാരമാണ് നമ്മൾ ബിൽഡിംഗ് എടുത്തതും അതിന്റെ ബാക്കി കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ എടുത്തത്. ഇതൊക്കെ ഒരു 10-20 കൊല്ലം മുമ്പ് എടുത്ത ബിൽഡിംഗ് ആണ്, ഇപ്പം പുതിയതായിട്ട് എടുത്ത ബിൽഡിംഗ് ഒന്നല്ല. അപ്പം എന്നിട്ട് പോലും നമ്മളൊരു വികസനം വരുമ്പോൾ അതിന് തടസ്സം നിൽക്കുക. കാരണം ഇതൊക്കെ ഈ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനൊക്കെ കുറെ പ്രൊസീജിയറുകളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലതാമസം വരും, അതൊക്കെ നമുക്കറിയാം. പക്ഷെ അതൊന്നും നമ്മൾ അതായത് നാടിന്റെ വികസനത്തിന് എന്തെല്ലാം ആവശ്യമാണോ അതിന് മുഴുവൻ നമ്മൾ നിൽക്കാൻ തയ്യാറാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് പിന്നെ അവര് ആ ഫ്രണ്ടില് 2 ഗ്ലാസ്സേ ഉള്ളൂ, അത് അഴിച്ചെടുത്തിട്ട് അവർക്ക് എത്രയാണോ വേണ്ടത് അതെടുത്ത്, കാരണം ഞാനിത് ലൈവായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കടയാണ്. ഇപ്പൊ തന്നെ എന്റെ കടയുടെ ഫ്രണ്ട് വശം പൊളിച്ചിട്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞു, ഇതുവരെ പണി തീർത്തിട്ടില്ല. പിന്നെ ഇപ്പം വാഹനങ്ങൾ പോയി എന്റെ ഏകദേശം 10,000 രൂപയ്ക്ക് മേലെ വില വരുന്ന 1-2 ഗ്ലാസ് പൊട്ടി നാശമായി. ഇതിനൊന്നും നമ്മളാരോടും ഇതിന് ഒരു ബുദ്ധിമുട്ട് പറയുകയോ നഷ്ടപരിഹാരം ചോദിക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ അത്ര വരെ നമ്മൾ സഹകരിക്കുന്നതാണ്. എന്നാലും എന്തെങ്കിലും നമുക്കെതിരെ പറയേണ്ട അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തിക്കേണ്ട എന്നുള്ള അജണ്ടയോടെ ആയിരിക്കാം, എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും നാടിന്റെ വികസനത്തിന് എത്ര വേണമെങ്കിലും പൊളിച്ച് റോഡിന്റെ ആവശ്യത്തിന് കൊടുക്കാൻ ഞാൻ അന്നും തയ്യാറാണ്, ഇന്നും തയ്യാറാണ്, ഇനിയും തയ്യാറാണ്. അതെത്രയാണ് വേണ്ടതെന്ന് മാത്രം കുറ്റിവെച്ചാൽ മതി. നടുവിൽ റോഡ് പണിയിൽ കൊട്ടുറുവയൽ കുരിശു വരെയുള്ള ഭാഗം കാലവർഷാരംഭത്തിന് മുമ്പേ പണി തീർത്ത് ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ വലിയൊരു യാത്രാക്ലേശം നേരിടും എന്നതിൽ യാതൊരു സംശയവും ഇല്ല.